ഞാൻ ഒരു സത്യം പറയട്ടെ, കടയിൽ നിന്ന് വാങ്ങിച്ച് തിന്നണതാണ് ഏറ്റവും എളുപ്പം. ഇത്രയും മെനക്കേടില്ല. അത് നോക്കിയാണ് എത്ര സമയം പോയി, എന്നിട്ടൊരു കുളമായി. സമയം ലാഭിക്കാൻ വേണ്ടി പേസ്ട്രി ഷീറ്റ് മേടിച്ച് എന്നിട്ട് അത് 20 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എന്തിനും വളരെ മോശമല്ലേ അമ്മയുടെ മുമ്പ് കണ്ട എന്നെ പിടിച്ചപ്പോ ആൾ കൂടി പാമ്പ് ചാവില്ലേ? ഇവിടെ ഇനി അതിന്റെ വില എനിക്ക് കൊള്ളാൻ വയ്യ. അയ്യോ, ഞാൻ പച്ച മാവാണ് തിന്നോണ്ടിരിക്കണത്. ചൂടുവെള്ളം തിളച്ച വെള്ളവി. ഹേ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സങ്കടകരമായ ഒരു വാർത്ത പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. വൈകുന്നേരം ചായയുടെ കൂടെ കടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരാൻ അമ്മ പറഞ്ഞു. അപ്പോൾ ഞാൻ നേരെ ബേക്കറി ചെന്നിട്ട് പപ്സ് മേടിച്ച്. പപ്സിനൊക്കെ ഇപ്പോൾ എന്താ വില? ഒരു പപ്സിന് 20 രൂപ. ഞാനൊക്കെ പണ്ട് കോളേജിൽ പഠിച്ചിട്ടുള്ള സമയത്ത് എനിക്ക് 10 രൂപ, 12 രൂപ, 15 രൂപ. കോളേജ് ക്യാൻറ്റീനിൽ 15 രൂപ കണ്ടായിരുന്നു അകത്തായുണ്ട്. ഇപ്പം 15 അല്ല, ഇപ്പം 20 രൂപ കണ്ടായി. ഇത്രയും രൂപയ്ക്കുള്ള പപ്സിനാണെങ്കിൽ മുട്ടനാണെങ്കിൽ ഉള്ളുളച്ചേ ഉള്ളൂ. പിന്നെ അതിനകത്തുള്ള മസാല, ഉള്ളി, സവാളയൊക്കെ ഇപ്പം പേരിന് ഇത്തുപ്പൂലേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ അത് കഴിച്ചിട്ട് ഒരു സംതൃപ്തി വരണില്ല. അതിൻ്റെ വാശിക്ക് വീട്ടിൽ പപ്സ് ഉണ്ടാക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. സോ ഗൈസ്, നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയാൻ പോണത് പപ്സ് എങ്ങനെ ഉണ്ടാക്കാം. സോ ലെറ്റ്സ് കുക്ക് വിത്ത് അരുൺ ജെ. അപ്പോൾ സുഹൃത്തുക്കളെ, കടയിലുണ്ടാക്കുന്ന ഹോം മെയ്ഡ് പപ്സിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് ഞാൻ കാണിച്ചു തരാം. അത് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ദാണ്ട ഒരു സവാള, അമ്മ അരിഞ്ഞ ഒരു സവാള, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി പേസ്റ്റ് ആക്കിയത്, പിന്നെ 2 മുട്ട 4ആയിട്ട് അരിഞ്ഞ് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് എന്താ പറയുക, ഇതെന്തടി, കരിവേപ്പില, മല്ലിയില, പിന്നെ ബട്ടർ അടിച്ച് ഇത് ചൂടാക്കി വെച്ചിരിക്കുന്നത്, ഇച്ചിരി ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ജീരകം, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഈ ഷീറ്റ്. ഈ സാമാനം എനിക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ, അതുകൊണ്ട് ഇത് മാത്രം കടയിൽ നിന്ന് മേടിച്ച്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ സാധനം മസാല റെഡിയാക്കാൻ പോകണം. മസാല റെഡിയാക്കിയതിന് ശേഷം ഇതിനകത്തെടുത്ത് കുത്തിക്കയറ്റി വെക്കുക, നേരെ എയർ ഫ്രയറിൽ കയറ്റി വെച്ചാൽ മതി. പരിപാടി തീർന്നു. അപ്പോൾ വായോ. പാനിൽ ഇതാണ്ട് ബട്ടർ, നമ്മൾ ഇച്ചിരി റിച്ച് ആയതുകൊണ്ട് ബട്ടർ ഇട്ട് തന്നെ, എണ്ണ ഇട്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ബട്ടർ ഇട്ട് തന്നെ ചെയ്ത് ഇത് പാൻ ചൂടാക്കി അതിലോട്ട് ഇതാണ്ട് സവാള, ഒന്നുമില്ല, എടുത്തങ്ങ് കമത്തുക. നീളത്തിലെറിഞ്ഞ സവാള, അതും അമ്മ അരിഞ്ഞ സവാള തന്നെ ഇടണം കേട്ടോ. അരി അറിയാമെങ്കിൽ നിങ്ങൾക്ക് തന്നെ അരിയാം. അതെടുത്തിട്ടതിന് ശേഷം ഇതിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇതങ്ങ് മാറ്റി വയ്ക്കണം. പിന്നെന്തോ എന്നറിയോ, വൈറ്റാണോ? ഓക്കെ, എല്ലാം അറിയാമല്ലോ. ആവശ്യത്തിന് ഉപ്പിട്. ഉപ്പ് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ തെറ്റിപ്പോകും കേട്ടോ. ഇത്ര മതി, ഇത്ര ഉപ്പ് മതി കേട്ടോ. ഒരു കാൽ ടീസ്പൂൺ ഉപ്പ്. അതിൻ്റെ മണത്തിൻ്റെ മണം ഉണ്ടല്ലോ, ഈ അടുത്തോട്ട് വരും. തിന്നാൻ നേരത്തെ കയ്യും കഴുകി കാണിച്ചു തരാം മണം വരണമില്ല. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ചും കൂടെ ആയിട്ട് മതി. ഓക്കെ, കുക്കറാ. ഇപ്പോൾ ഏകദേശം നല്ല മണം വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/4 കരണ്ടി കുരുമുളക് പൊടി, 1/4 കരണ്ടി മഞ്ഞൾപ്പൊടി, 1/2 കരണ്ടി മുളക് പൊടി, ഒരു നുള്ള് ജീരകപ്പൊടി. ബാക്കി സാരമില്ല, മസാല കുറച്ച് നല്ല മസാല പിടിച്ചാലേ അതിൻ്റെ ഒരു ഇതുള്ളൂ. ഗരം മസാലപ്പൊടി. ഇപ്പൊ ഒരു പ്രത്യേക മണം കേട്ടോ. ഇട്ടല്ലേ ഉള്ളൂ, എനിക്കൊന്നും അടിക്കാം. ഞാൻ എന്റെ ജലദോഷമായിരിക്കും, നല്ല മണം വരണില്ല. കണ്ട നല്ല പ്രൊഫഷണൽ ഇളക്കുമല്ലേ ആ മൂട്ടി കിടക്കണം അവിടെ. അത് ആ തക്കാളി പേസ്റ്റും കൂടെ അതും കൂടെ ഇടാം. ഒരുമിച്ച് എല്ലാത്തിനും കൂടി ആക്കാം മസാല. ചിക്കി നേരെ പിടിക്കാറുണ്ട്. ഇനി ഇത് ഇതിനാ കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇട്ടായി തീർന്നു, പരിപാടി തീർന്നു. ഇത്രേ ഉള്ളൂ. നോക്കാവുന്നില്ല, എല്ലാം കറക്റ്റ്. കയ്യിലിങ്ങനെ ആക്കിയിട്ട് നക്കി നോക്കണം. അതാണോ ടേസ്റ്റ് നോക്കാൻ? ഒന്നുമില്ല, എല്ലാം മനക്കണക്കാണല്ലേ. ഇതേ മെച്ചമായിട്ടാണ് ഉണ്ടാക്കണം. അതിന്റെ രുചി പോകാൻ പാടില്ലേ. പരിപാടി തീർന്ന് ഗൈസ്, മസാല റെഡി ആയിട്ടുണ്ട്. ഇത് സിമ്പിൾ പരിപാടിയാണ്. നമ്മളിത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കഴിഞ്ഞാൽ പാചകം എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് എളുപ്പമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. മുളക് ഇട്ടായിരുന്നു സഹായിക്കാൻ അമ്മ ഉണ്ട്. മുളക് പൊടിയല്ല, അല്ലാതെ മുളക് അരച്ചുമല്ല ഇട്ടായിരുന്നു. മുളക് വേണം കേട്ടാ.
പാചകക്കാരി ഇതൊന്നും അറിഞ്ഞൂടല്ലേ. മുളക് വേണമെങ്കിൽ ചീന്തിയിട്ട് വേണമെങ്കിൽ ഇടാം. എന്നെ കൊണ്ട് കൂട്ടിയാ കുനുകുനാന്ന് അരിഞ്ഞ ഓ മതി. ഇല്ല, ചേട്ടനെടുത്ത് ചേട്ടനാണ് ഇത് ഉണ്ടാക്കണത്. ഓഫാക്ക്, ഓഫാക്ക്. കരിഞ്ഞു തുടങ്ങി, അപ്പൊ ചുമച്ചൊക്കെ തുടങ്ങി. ഓഫാക്ക്. ഓ കരിഞ്ഞ എനിക്ക് കരിഞ്ഞ മണം അടിക്കണില്ലല്ലോ. ഓ ഇതാ നല്ല ഓക്കെ ഓക്കെ ഗൈസ് കം ഓൺ. ഇനി അടുത്ത ഈ സാധനം എടുത്ത് ഇതൊന്ന് തണുക്കട്ടെ ചെറുതായിട്ട്. തണുത്തതിന് ശേഷം നമ്മൾ നേരെ ഇതാ ഇതിനോട്ട് വെക്കണം. ദാ ഈ ഇതിലേക്ക് ദാണ്ട ഈ ഷീറ്റ് ഇത് നിങ്ങൾക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇത് എന്തൊരു ഷീറ്റ്? ആ ഒരുപാട്. ഇത് നിങ്ങൾക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇതിന്റെ പേരാണ് പപ്സ് പേസ്ട്രി ഷീറ്റ് എന്ന് പറയും. ഒരു ഷീറ്റ് എടുക്കുക, എന്നിട്ട് കമത്തുക, ഒട്ടിയിരിക്കണം കേട്ടോ. ഒന്നുമില്ല, ഇത് ഈ പെണ്ണ് നിന്നിട്ടല്ലേ ഇങ്ങനെ ഞണുക്കി. വലിച്ചു വെക്കാൻ ഇത് ഇങ്ങനെ ആരെങ്കിലും വലിപ്പിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെയൊന്നും ആക്കണ്ട. ഇത് ആ ഷീറ്റ് ഞാൻ ഇതാണ്ട് ഷീറ്റിൽ ഇങ്ങനെ ഡയറക്റ്റ് അങ്ങ് വെച്ചാൽ മതി. ഓ ഷീറ്റ് പണ്ടാരടക്കി. ഇത് ഷീറ്റ് നിങ്ങൾ കടയിൽ നിന്ന് കിട്ടുമ്പോൾ നല്ല ഡീസന്റ് ആയിട്ടാണ് കിട്ടണത് കേട്ടോ. ഓക്കെ, ഇതിലേക്ക് വൃത്തിയുള്ളത് കാണിക്കണം എന്നെ. ഇതിലേക്ക് നമ്മൾ ഇത്തിരി ബട്ടർ എടുത്ത് പുരട്ടുക. എന്നിട്ട് അതിലേക്ക് ആ മസാല കൊണ്ടുപോകാമോ? ആദ്യം ബട്ടർ ആയി കൊണ്ടുവരൂ. കുറച്ച് മസാല വയ്ക്കൂ, കുറച്ച് മതി. എന്നിട്ട് ഇതാ ഒരു മുട്ട എടുത്ത് അങ്ങോട്ട് കമത്തി വെക്കുക. മതി, ഇത്തിരി കൂടെ വെച്ചാണ്. കുറച്ച് മുന്നേ പറഞ്ഞ കുറച്ച് മതിയെന്നല്ലേ? ഒന്നിൽ ഉറച്ചതില്ലേ? ഓ എനിക്കിപ്പോ തന്നെ കൊതി വന്നു. എന്നിട്ട് അടച്ചങ്ങ് മൂടിയാൽ മതിയേ. ഇങ്ങനെ വെക്കുക, ഇങ്ങനെ ഒരു ഇന്റർലോക്ക് പോലെ അങ്ങ് അടച്ചങ്ങ് മൂട്ടുക. ഒരെണ്ണം പോലും പുറത്തോട്ട് വരല്ലോ. ഒട്ടണില്ല. ഇത്രേ ഉള്ളൂ, പപ്സ് റെഡി. എണ്ണ ഒന്നും തേക്കണ്ട, അതൊക്കെ ഓൺ ചെയ്തോളാം. അയ്യോ ഇത് പൊട്ടിപ്പിടിച്ചടി. അയ്യോ അയ്യോ പ്ലേറ്റിന്റെ അടിയില് സുഹൃത്തുക്കളെ നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം. ചുമ്മാ ഒന്നും കയറി ഇങ്ങനെ വെച്ചോളെ. ഇതാ കയ്യിൽ ഒട്ടിപ്പിടി. അല്ല ഇതെന്തിരിത്? എനിക്ക് തോന്നുന്നു ഈ പ്ലേറ്റിൽ ആദ്യമേ കുറച്ച് എണ്ണ വല്ല തടവണം. ഇപ്പൊ പഠിച്ചില്ലേ? അത് അതിന്റെ പുറത്ത് വെച്ചാണ്, അതിന്റെ പുറത്തോട്ട് അങ്ങ് വെച്ചാണ്. ആ സാധനം പുറത്തോട്ട് പോയി. അല്ല അത് ഇങ്ങോട്ട് വെയ്, ഇങ്ങോട്ട് വെയ്, അത്രേ ഉള്ളൂ. ഇത് സിമ്പിൾ ആയിരിക്കും. ഇതൊന്നും ഇല്ലതാ. ഇതില് ബട്ടർ ഇങ്ങനെ എടുത്ത് തേക്കുക, ഇങ്ങനെ തേക്കുക. ഇത്രേ ഉള്ളൂ കേട്ടോ. ചീള് പരിപാടി. കുറച്ച് പോയി ഒരു മുട്ട എടുത്ത് കമത്ത്. ആരടാ മുട്ട ഇങ്ങനെ ചെന്ന പിന്നാക്കിയത്? അത് മതി. കുറച്ചുകൂടെ അങ്ങനെയൊന്നും ഇല്ല. കമരണോ നൂരണോ ഇത്തിരി പോലും മസാല നേരത്തെ അലക്കാതിരുന്നാണ് ഞാൻ. എന്റെ പരിപാടിയായി, ഞാൻ പ്ലാനിങ് എന്റേതായിപ്പോ. ഇല്ലെങ്കിൽ കാണിച്ചു തരായിരുന്നു. ഇതാ ഇത് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇതേ ഈ പേപ്പറോടുകൂടെ അങ്ങ് വെച്ചാൽ മതി. ഒരുപാട് ഇത്രേ ഉള്ളൂ. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ആ പേപ്പർ തരണത് തന്നെ. ഇതേ ഈ പേപ്പർ ഉണ്ടോ, ഇത് അതിന്റെ അടിയിൽ വെക്കാനുള്ളതാണ്. നമ്മൾ ഓൾറെഡി അതിനകത്ത് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അടുത്തത് പ്ലേറ്റോട് കൂടി വെക്കേണ്ടി വരും. ഇതേ ഒന്നുകൂടെ ഒന്ന് പരത്തണം കേട്ടോ. പിന്നെ അമ്മ എത്തി സഹായിക്കൂ. ചപ്പാത്തി എന്തൊരു മൈദ മാവാ പിന്നല്ലേ? ഇത് നമുക്ക് പോണ്ടേ? കുഴപ്പമില്ല, ഇത് ഒരെണ്ണം ചേട്ടൻ കഴിച്ചാൽ ഇത് നിനക്ക് മാത്രം നല്ലത്. എനിക്ക് ചേട്ടനല്ല ഡയറക്റ്റ് പ്ലേറ്റിലോട്ട് എടുത്ത് വെക്കാൻ. പറഞ്ഞതാണെങ്കിൽ എന്താ തിന്നാ പോരെ? അല്ലെങ്കിൽ മസാല കുറവല്ല, അതിന് ഇത്രയൊക്കെ മതി. അല്ല പിന്നെ രാഷ്യം വരൂല്ലേ? നമുക്ക് അച്ഛന് കൊടുക്കാം. ചേട്ടൻ തന്നാ കഴിക്കും. ഇതെന്തൊരു മുട്ട പപ്സ് മൊത്തം എടുത്ത് വെച്ചോ.
തുലച്ചു വാരി അവരവിടെ പ്രാവിത്തുടങ്ങി. ഇതിന്റെ അറ്റെവിടെയുടെ ഇല്ലേ പറഞ്ഞ മസാല തീർന്നു. ഇത് നമുക്ക് കുഴപ്പമില്ല. ഇതേ വേറെ ഷീറ്റ് ഇടും. ഇല്ല ഇത്രേ ഉള്ളൂ. കെട്ടി അല്ലല്ലേ ഇത് കെട്ടി വെക്കേണ്ടതാ. ഇങ്ങനെ വെച്ചാൽ കടച്ചാൽ വഴക്ക് പറയല്ലേ. ഇങ്ങനെ വീഡിയോയിൽ കേൾക്കും. ഇതെന്തിങ്ങനെ ആ തൽക്കാലം ഇങ്ങനെ മതി. ഷേപ്പ്ലെസ് മുട്ട പപ്സ്. സാരമില്ല. ഇത് ഒരെണ്ണം മാത്രം ഇങ്ങനെ ഇരുന്നാൽ ഓക്കെ. 4 എണ്ണം. ഷവർമ റോൾ പോലെ ഉണ്ടല്ലേ. ഇത് മുട്ട റോൾ. ഇനി ഇത് പപ്സ് റോൾ. അതിന്റെ ഫ്രണ്ടിന് ബട്ടർ ഒന്നും തടവണ്ട. ആ അയ്യോ തടവണം. ഇത് എവിടത്തെ ഷെഫടേ. എന്റെ മണ്ടയിൽ ജസ്റ്റ് ഇങ്ങനെ തടവി കൊടുത്തായി. കൈ കഴുകണത് ഞാൻ ബ്രഷ് വെച്ചല്ലേ തടവും. സോറി. ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക, തടവി എടുക്കുക. ആ ഒരെണ്ണം മാത്രം അലമ്പായിട്ട് ഓൾട്ടോ കണ്ണ് കെട്ടാതിരിക്കാൻ വേണ്ടിട്ട്. തമ്മനയിൽ പോലും ആ സാധനം കാണില്ല. ഇനി ഇല്ല ചോദിച്ചാൽ 3 എണ്ണം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരെണ്ണം നമുക്ക് പുറത്തുനിന്ന് മേടിച്ച് വെച്ചാലോ. ഈ രാത്രി ഇവിടെ ഇരിക്കുന്നു. ഇതിപ്പോ ചേട്ടന്റെ ഐഡിയ ആയി പോയി. ഇത് ഇനി സിമ്പിളാണ്. ഇനിയിപ്പോ ചേട്ടന്റെ ആവശ്യമില്ല, മാറിയില്ല. 200 ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചർ 200-ൽ ഒരു 15-16 മിനിറ്റ് വെന്തില്ലെങ്കിൽ ബാക്കിയും കൂടെ അങ്ങ് ചെയ്ത് കൊടുത്താൽ. ഈ പെണ്ണിടത്ത് പറഞ്ഞാൽ അത് വലുതാക്കണ്ട, ഉള്ളത് മതിയെന്ന്. ഇവിടെ ആനമുട്ടയൊന്നും അല്ലല്ലോ അതിനകത്ത് വെക്കണത്. വേറൊരു കോഴിമുട്ട വെക്കാനാണ് ഇത് 4 ഇഞ്ചിന്റെ ഷീറ്റിനെ വലിച്ച് നീട്ടി 10-15 ഇഞ്ചാക്കി. ചേട്ടൻ ഒറ്റയ്ക്ക് വഴക്ക് കേൾക്കാൻ കൊള്ളാത്തുണ്ട്. ഇവിടെ എന്റെ പേരും കൂടെ എടുത്തിട്ട് നീയല്ലേ അത് വലുതാക്കിയത്. ചേട്ടൻ പറഞ്ഞിട്ടല്ലേ ഞാൻ വലുതാക്കിയത്. സുഹൃത്തുക്കളെ, ആ പേസ്ട്രി ഷീറ്റ് ഇല്ലേ, പപ്സിന്റെ പേസ്ട്രി ഷീറ്റ്, അത് വലിച്ചിങ്ങനെ ചപ്പിച്ച് വലുതാക്കേണ്ട കാര്യമൊന്നുമില്ല. ആ എത്രയാണോ കടയിൽ നിന്ന് കിട്ടണം അതിനകത്ത് തന്നെ അങ്ങ് ഈ മസാല എടുത്ത് വെച്ചാൽ മതി. വലിച്ച് നീട്ടിയാണ് ഏറ്റവും ലാസ്റ്റത്തെ ഒരു സാധനം ഇങ്ങനെ ജഞ്ഞാമിഞ്ഞ ആയിപ്പോയത്. അങ്ങനെ ചെയ്യരുത് കേട്ടോ. അതാണ് ലോക മണ്ടത്തരമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ദാണ്ട 16 മിനിറ്റ് കഴിഞ്ഞ് ഫ്രയർ ഓഫ് ആയിട്ടുണ്ട്. നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഇതുവഴി തന്നെ കാണാവൂ. വാവ്, സൂപ്പർ സൂപ്പർ സൂപ്പർ. ആ കേടായിപ്പോയൊരു സാധനം മാത്രം, പൊത്ത് കിടക്കുന്നത് മാത്രം ഒഴിച്ച് ബാക്കിയെല്ലാം നല്ല കിഡിലോസ്കി ആയിട്ടുണ്ട്. നല്ല മൊരുമരാന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. 16 മിനിറ്റ് വെക്കണ്ടേ. കുറച്ച് കറുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കറുത്തു പോയി. അതുകൊണ്ട് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആരും തന്നെ 16 മിനിറ്റ് ഒന്നും വെക്കരുത്. 200 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഒരു 14-13 വെച്ചാൽ തന്നെ ധാരാളം. ഇനി നമുക്ക് ഇതെടുത്ത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇതിനെയും കാട്ടി ഏതും കടയിൽ നിന്ന് മേടിച്ച് വെക്കണായിരുന്നു. ഒന്നുമില്ല, ചെറുതായിട്ട് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് അച്ഛന് കൊടുക്കാം കിട്ടും. ചേട്ടൻ കഴിച്ചാൽ മതി. ഇത് നമുക്ക് അച്ഛന് കൊടുക്കാം കേട്ടോ. അച്ഛനടുത്ത് ഇതിനകത്ത് മുട്ടയും സവാളയും കൂടുതലാണെന്ന് പറഞ്ഞാൽ പറ്റിച്ചിട്ട് അച്ഛന് കൊടുത്താൽ മാറ്റി. അയ്യോ കരിഞ്ഞ് കരിക്കട്ട ആയിട്ടുണ്ട്. ഇതുകൊണ്ട് ഉമുക്കിരിയ ഇത് മാറ്റി ഓക്കെ. ഇത് കാണിക്കാം. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മൾ കടയിൽ കിട്ടാത്ത ഹോം മെയ്ഡ് പപ്സ്. ഇച്ചിരി കറുത്തു പോയെന്നേ ഉള്ളൂ, സാരമില്ല. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇതൊക്കെ വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ കടയിൽ 20 രൂപ കൊടുക്കുന്നതിൽ വലിയ നഷ്ടമൊന്നുമില്ല. ഇത്രയും മെനക്കെട്ട് ഇത്ര കറൂറാന്നിരിക്കണേക്കാൾ നല്ലത് അവർ നല്ല സാധനം വെച്ച് 20 രൂപയല്ലേ, അത് വലിയൊരു സംഭവമല്ല. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര റിസ്ക് എടുത്ത് ഉണ്ടാക്കിയത്. വരും നമുക്ക് തിന്ന് നോക്കാം. അല്ലല്ലോ, കുളമൊന്നും ഇട്ടില്ല. ഇത്തിരി മുരിഞ്ഞാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇനി എല്ലാവർക്കും തിന്നു നോക്കാം. ആ കരിഞ്ഞ സാധനം എടുത്ത് അച്ഛന് കൊടുത്താണ്. പാവം, ഇത്ര നേരം കൊണ്ട് ഇത് കാത്തിരിക്കണം പാവം അച്ഛൻ. എല്ലാവരും വരുമോ? ഞാൻ പോയിട്ട് ഇതിനുള്ള സോസൊക്കെ എടുത്തിട്ട് മൈനസ് ഇരിപ്പുണ്ട്. കഴിച്ചു. കേടായ സാധനം അമ്മയാണ് കഴിക്കണത് കേട്ടോ. അത് വെറുതെ അച്ഛന് കൊടുക്കണ്ടെന്ന് വെച്ചിട്ട്. പക്ഷെ ഇതിനകത്താണ് മുട്ടയൊക്കെ കൂടുതലുണ്ടായിരുന്നു കേട്ടോ. അതെങ്ങനെയുണ്ട് കേടായത്? കൊള്ളാം. എനിക്ക് വേണ്ട. വേസ്റ്റ് പറഞ്ഞ എല്ലാം അങ്ങോട്ട് കൊടുക്കും. എങ്ങനെയുണ്ട് സാധനം കൊണ്ട്? കൊള്ളാം. അച്ഛൻ എങ്ങനെയുണ്ട്? ഹോം മെയ്ഡ് ആണ്. കൈപ്പണിയാ കൈപ്പണി. സൂപ്പർ. ഞാൻ ഉണ്ടാക്കിയോണ്ട് വെറുതെ പറയല്ല,
സൂപ്പർ എന്ന് വെച്ചാൽ അടിപൊളി സാധനം. ആ കരിഞ്ഞ പേണിച്ച് മുരിഞ്ഞ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട്. നീ ഒന്ന് കഴിച്ചു നോക്കിയാണ്. കഴിച്ചു. ഞാനിവിടെ കഴിച്ചു. ഞാൻ കഴിച്ചു തരും. ചൂടാണ്. ഇല്ലല്ല ചൂടില്ല. അമ്മേണ തന്നെ ഇല്ല. എനിക്ക് ഇല്ല നീ ഞാൻ കഴിച്ചോളാം. അതാ ചൂടുണ്ട്. ഓ പാണണിച്ച് ഞാനും കഴിച്ചു. ആ കഴിച്ചു നോക്ക്. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ചവച്ചിട്ട് പറയാം. ആ എന്നാ ചവച്ചിട്ട് നോക്കിയിട്ട് പറ. കറക്റ്റ് ഉപ്പ്. സൂപ്പർ. ചൂട് കണ്ണൊക്കെ നിറഞ്ഞു പോയി. ആഹാര സാധനങ്ങളൊന്നും നല്ല ചൂടോടെ തന്നെ കഴിക്കണം അല്ലേ മോളു? അതെ. അപ്പോൾ ഗൈസ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതൊരു ടാറ്റാ ബൈ, സീ യു.